ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. കേരള ക്യൂരിയസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ വിഷുവിനെക്കുറിച്ച് കേട്ടതാണല്ലോ. എന്നാൽ രണ്ടാമത്തെ എപ്പിസോഡായ ഇന്ന് നിങ്ങളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകാമെന്ന് കരുതുന്നു. കേരളത്തെ മനസ്സിലാക്കാൻ പറയപ്പെടാത്ത കൗതുകങ്ങൾ, കാണാതെ പോകുന്ന അനുഭവങ്ങൾ, ഓർമ്മകളായി ജീവിക്കുന്ന കഥകൾ, ഇവയൊക്കെ ചേർന്ന് നമ്മൾ പതിവായി കാണാത്ത ഒരു കേരളത്തെ തുറന്നു കാണിക്കുന്നു. കാണാവുന്നതും കാണാൻ കഴിയാത്തതുമായ ലോകങ്ങളുടെ ഇടയിൽ നിന്ന് അദൃശ്യ ആത്മാക്കളെ തേടി ഒരു യാത്ര. എല്ലാ അദൃശ്യ ആത്മാക്കളെ തേടിയുള്ളൊരു യാത്രയല്ല കേട്ടോ ഇത്. ഇത് ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ മലയാളികളാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മലയാളികളുടെ സ്വന്തം ചില അദൃശ്യ ആത്മാക്കളെ തേടിയുള്ള യാത്ര. ഈ ആത്മാക്കളെ നാളെ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഇവരോട് സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഈ പോഡ്കാസ്റ്റിൽ ഈ അദൃശ്യ ശക്തികളെക്കുറിച്ച് കൂടി പറഞ്ഞു പോയേക്കാം എന്ന് ഞാൻ കരുതിയത്. ഇവ മലയാളത്തിൻ്റെ സ്വന്തം അദൃശ്യ ശക്തികളാണ്. ചില കഥകൾ വെറും കഥകളല്ല, അവ നമ്മെ ചുറ്റിപ്പറ്റി ജീവിച്ചിരിക്കുന്ന ഓർമ്മകളാണ്. കേരളം നമ്മൾ അറിയുന്നത് പച്ചപ്പിനാലും കായലുകളാലും നിറഞ്ഞൊരു സുന്ദര നാടായിട്ടാണ്. പക്ഷേ ഈ സൗന്ദര്യത്തിൻ്റെ അടിയിൽ മറഞ്ഞു കിടക്കുന്നത് മറ്റൊരു ലോകം കൂടിയാണ്. കാടുകളുടെ നിശബ്ദതയിൽ, ആൽമരങ്ങളുടെ നിഴലിൽ, കാവുകളുടെ ആഴങ്ങളിൽ നൂറ്റാണ്ടുകളായി പറയപ്പെടുന്ന കഥകളുണ്ട്. ആത്മാക്കളുടെ, രക്ഷകരുടെ, പ്രതികാരത്തിൻ്റെ, നിങ്ങൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുകൂടാത്ത, പക്ഷെ ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നിട്ടില്ലാത്ത ഒരു ലോകത്തിൻ്റെ കഥകൾ. ഈ കഥകളിൽ ചിലർ നമ്മളെ സംരക്ഷിക്കുന്നു, ചിലർ മുന്നറിയിപ്പ് നൽകുന്നു, ചിലർ നമ്മളെ പരീക്ഷിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സാന്നിധ്യങ്ങളെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിൽ തന്നെയാണ് എല്ലാം ആശ്രയിക്കുന്നത്. ആദരവോടെ നോക്കിയാൽ അവ ശാന്തമാണ്, ഭയത്തോടെ നോക്കിയാൽ അവ ഭീതിജനകവും. ഇന്ന് കേരള ക്യൂരിയസിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഈ രഹസ്യ ലോകത്തിലേക്ക് ഒരു യാത്ര തുടങ്ങുകയാണ്. നിങ്ങൾക്കിതിലൊക്കെ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതൊരു വിഷയമേ അല്ല, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഒരു യാത്ര കേരളത്തിലെ നിഴലുകളിലൂടെ, കഥകളിലൂടെ. കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ആത്മാവിൻ്റെ കഥയോടെ തുടങ്ങാം. കേരളത്തിൻ്റെ ജനകീയ കഥകളിൽ എന്നും അറിയപ്പെടുന്നതും ഒരുപക്ഷെ ഏറ്റവും ഭയപ്പെടുത്തുന്നതുമായ ഒരു ലോകത്തിലേക്ക്, മലയാളികളുടെ സ്വന്തം യക്ഷി. യക്ഷിയെക്കുറിച്ചുള്ള കഥകൾ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ തലമുറകളായി പറഞ്ഞു വരുന്നവയാണ്. ഇത് വെറും ഭയം സൃഷ്ടിക്കാനുള്ള കഥകൾ മാത്രമല്ല, മുന്നറിയിപ്പുകളും മനുഷ്യ മനസ്സിൻ്റെ ഇരുണ്ട ഭാഗങ്ങളും പറഞ്ഞു തരുന്ന കഥകളാണ്. പഴയ കാലങ്ങളിൽ ആളുകൾ ഒറ്റയ്ക്ക് രാത്രി യാത്ര ചെയ്യാൻ ഭയന്നിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു, ഇരുട്ടിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു യക്ഷി കാത്തിരിക്കുന്നുണ്ടാവുമെന്ന്. ആരാണ് ഈ യക്ഷി എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് കഥകൾ നമ്മെ പഠിപ്പിക്കുന്നത്? യക്ഷി എന്ന് പറയുന്നത് സാധാരണയായി ഒരു സ്ത്രീയുടെ ആത്മാവായി വിശ്വസിക്കപ്പെടുന്നു. ഒരു സാധാരണ ആത്മാവല്ല. അവൾ ഒരിക്കൽ നമ്മളെയൊക്കെ പോലെ തന്നെ ഒത്തിരി ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെയായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യ സ്ത്രീ തന്നെയായിരുന്നു. ജീവിതത്തിൽ അവൾക്ക് അനീതിയും വേദനയും അനുഭവിക്കേണ്ടി വന്നു. വഞ്ചന, ദ്രോഹം അല്ലെങ്കിൽ അതിക്രമം, അങ്ങനെ പലതും. അങ്ങനെ ശാന്തി നേടാൻ കഴിയാതെ മരിച്ച ആത്മാവ് മറുപടി തേടി തിരിച്ചു വരുന്നു. അതാണ് യക്ഷി എന്ന് പറയപ്പെടുന്നത്. യക്ഷിയെ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്കൊരു ഭീതിയും തോന്നില്ല. കാരണം അവൾ അതീവ സുന്ദരിയാണ്. നീണ്ട കറുത്ത മുടി, തെളിഞ്ഞ കണ്ണുകൾ, മൃദുവായ ശബ്ദം, മുല്ലപ്പൂവിൻ്റെ മനോഹര ഗന്ധം. സാധാരണയായി അവൾ വെളുത്ത സാരിയിലോ ചുവന്ന വസ്ത്രത്തിലോ ആണ് കാണപ്പെടുന്നത് എന്നാണ് വിശ്വാസം. നിങ്ങൾ അവളെ കണ്ടാൽ അവളോട് സംസാരിക്കാൻ തോന്നും, അവളെ സഹായിക്കണമെന്ന് തോന്നും. അതാണ് അവളുടെ ശക്തി. പക്ഷേ അതൊരു മൂടുപടം മാത്രമാണ്. അവളുടെ യഥാർത്ഥ രൂപം വളരെ ഭയപ്പെടുത്തുന്നതാണ്. നീണ്ട പല്ലുകൾ, തെളിഞ്ഞ ഭീതിജനകമായ കണ്ണുകൾ, കാറ്റിൽ പറക്കുന്ന പോലെ മുടി, പിന്നോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കാലുകൾ. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു മനുഷ്യ സ്ത്രീയല്ല. പഴയ കഥകളനുസരിച്ച് യക്ഷികൾ സാധാരണയായി കാണപ്പെടുന്നത് ആൽമരങ്ങളുടെ അടിയിൽ, ശൂന്യമായ ഗ്രാമവഴികളിൽ, പഴയ കിണറുകൾക്കരികിൽ, കാടുകളുടെ അതിരുകളിൽ, പ്രധാനമായും രാത്രിയിൽ തന്നെ. പ്രത്യേകിച്ച് അർദ്ധരാത്രിയിലാണ് അവൾ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് വേറിട്ട് ചിന്തിച്ചാലോ? യക്ഷി യഥാർത്ഥത്തിൽ എന്താണ്? ആരുടെ ഭാവനയിലാണ് ആദ്യമായി യക്ഷി ഉണ്ടായത്? ചിലരുടെ അഭിപ്രായത്തിൽ യക്ഷി എന്നത് യക്ഷിണി എന്ന ദൈവീക സങ്കല്പത്തിൻ്റെ മാറ്റം വന്ന രൂപമാണെന്ന് പറയപ്പെടുന്നു. യക്ഷിണികൾ ദൈവീ സങ്കല്പങ്ങളായിരുന്നു. പക്ഷെ കാലക്രമേണ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അധികാരമില്ലാതിരുന്ന കാലത്ത്.
പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ, അവരുടെ കഥ പുറത്തു പറയാൻ ശ്രമിച്ചവർ, സമൂഹത്തിൽ ഒതുക്കപ്പെട്ടവർ, ഇവരെ ദുഷ്ടയായി ചിത്രീകരിക്കാൻ യക്ഷി എന്ന രൂപം ഉപയോഗിച്ചു എന്ന് ഒരു അഭിപ്രായമുണ്ട്. പഴയ കാലത്ത് ഒരു സ്ത്രീ അനീതിക്കെതിരെ സംസാരിച്ചാൽ അവളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ മരിച്ചാൽ അവളുടെ ആത്മാവ് തിരികെ എത്തി പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അതിലൂടെ ആളുകളുടെ ഇടയിൽ ഒരു ഭയം സൃഷ്ടിച്ചു. ഇതൊരു കഥ മാത്രമല്ല, സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളും ഇതിലുണ്ട്. പഴയ വിശ്വാസങ്ങൾ പറയുന്നത് യക്ഷി ഒരിടത്തുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങൾ കാണാമെന്നാണ്. ശൂന്യമായ സ്ഥലത്ത് പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ മണം, ആരോ നിങ്ങളുടെ പേര് വിളിക്കുന്നത് പോലെ തോന്നുക, ആൽമരത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു സ്ത്രീ, വ്യക്തമായ കാരണമില്ലാതെ നീങ്ങുന്ന നിഴലുകൾ, അങ്ങനെ പലതും ഒരു മുന്നറിയിപ്പാണെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. ഇനി നമ്മൾക്ക് പ്രശസ്തമായ ഒരു കഥയിലേക്ക് പോകാം. കള്ളിയങ്കാട്ടുനീലി. കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ വളരെ പ്രശസ്തമായ ഒരു യക്ഷിയാണ് കള്ളിയങ്കാട്ടുനീലി. കഥകളനുസരിച്ച് നീലി ഒരിക്കൽ ഒരു സ്ത്രീയായിരുന്നു. അവൾക്ക് ജീവിതത്തിൽ വളരെ അനീതി നേരിടേണ്ടി വന്നു. മരണം കഴിഞ്ഞ് അവളുടെ ആത്മാവ് പ്രതികാരത്തിനായി തിരികെ വന്നു എന്ന് പറയപ്പെടുന്നു. അവൾ രാത്രി യാത്രക്കാരോട് സംസാരിക്കും, സഹായം ചോദിക്കും, പിന്നെ അവരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോകും, അവിടെ അവളുടെ യഥാർത്ഥ രൂപം കാണിക്കും. എന്തായാലും ഈ കഥ കാരണം പല ഗ്രാമങ്ങളിലും മുതിർന്നവർ കുട്ടികളോട് പറയാറുണ്ട്, രാത്രിയിൽ അന്യരെ വിശ്വസിക്കരുതെന്ന്. യക്ഷികളുടെ കഥകൾ ഭയപ്പെടുത്തുന്നതാണ്, പക്ഷേ അവയുടെ ഉള്ളിൽ ഒരു പാഠമുണ്ട്. പ്രകൃതിയെ ആദരിക്കണം, അറിയാത്തതിനെ പരിഹസിക്കരുത്, മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് കോൺസിക്വൻസസ് ഉണ്ടാവും എന്നിങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കഥകൾ. നിങ്ങൾ ഒരിക്കൽ ഒരു ശൂന്യമായ വഴിയിൽ കൂടെ നടക്കുമ്പോൾ, ഒരു കാറ്റ് പെട്ടെന്ന് വീശുമ്പോൾ, മുല്ലപ്പൂവിൻ്റെ മണം പെട്ടെന്ന് പരക്കുമ്പോൾ, ഒരു നിമിഷം നിന്ന് ചിന്തിക്കുക, ഇത് വെറും കാറ്റാണോ അതോ ഒരുപാട് വർഷങ്ങളായി പറയപ്പെടുന്ന ഒരു കഥയുടെ പ്രതിധ്വനിയാണോ എന്ന്. ഇതായിരുന്നു യക്ഷിയെക്കുറിച്ചുള്ള കഥകൾ. അടുത്തതായി നമ്മൾക്ക് മറ്റൊരു അത്ഭുത സാന്നിധ്യത്തിലോട്ട് പോകാം. ഒരു വിചിത്രവും രസകരവുമായ സാന്നിധ്യത്തിലേക്ക് തന്നെ പോകാം. അതാണ് കുട്ടിച്ചാത്തൻ. യക്ഷിയെപ്പോലെ ഭീകരമല്ലെങ്കിലും കുട്ടിച്ചാത്തൻ എന്നത് ഒരുപാട് പേർക്ക് പേടിയോടൊപ്പം ചിരി നൽകുന്ന ഒരു കഥാപാത്രമാണ്. പഴയ കഥകളനുസരിച്ച് കുട്ടിച്ചാത്തൻ ഒരു കുട്ടിയുടേതുപോലുള്ള ആത്മാവാണ്. ചെറുതാണ്, ഇരുണ്ട നിറമാണ്, കുറച്ച് കുസൃതിയുള്ളൊരു മുഖം. പക്ഷേ ഇവൻ ഒറ്റയ്ക്ക് കളിക്കാനല്ല വരുന്നത്. കുട്ടിച്ചാത്തൻ സാധാരണയായി കൊള്ളക്കാരനുമല്ല, ആൾക്കാരെ കൊല്ലുകയുമില്ല, പക്ഷേ വലിയ കുഴപ്പക്കാരനാണ്. കുട്ടിച്ചാത്തനെക്കുറിച്ചുള്ള കഥകളിൽ പറയുന്നത്, അവൻ വീട്ടിൽ വന്നാൽ മേൽക്കൂരയിൽ കല്ലെറിയും, പാത്രങ്ങൾ തള്ളിയിടും, ഭക്ഷണം അപ്രത്യക്ഷമാകും, വസ്ത്രങ്ങൾ കത്തിപ്പോകും. ആർക്കെങ്കിലും വീട്ടിൽ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ വന്നാൽ പഴയ കാലത്ത് ആൾക്കാർ പറയുമായിരുന്നു കുട്ടിച്ചാത്തൻ പിടിച്ചു എന്ന്. അവൻ്റെ കളികൾ ചിലപ്പോൾ തമാശയായിരിക്കാം, പക്ഷെ ചിലപ്പോഴൊക്കെ ആളുകളെ ഭയപ്പെടുത്തും. രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, ശബ്ദങ്ങൾ ഉണ്ടാക്കുക, കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും, അങ്ങനെ പലതും. കുട്ടിച്ചാത്തനെക്കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായ വിശ്വാസം അവനെ നിയന്ത്രിക്കാം എന്നതാണ്. കുഞ്ചമൺ പോറ്റി എന്ന എപ്പിസോഡിൽ നിങ്ങളത് കേട്ടതാണല്ലോ. കുട്ടിച്ചാത്തനെ പിടിച്ചിട്ട് വീട്ടുജോലികൾ ചെയ്യാനും ചില കാര്യങ്ങളിൽ സഹായിക്കാനും രഹസ്യ കാരണങ്ങൾ കണ്ടെത്താനുമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് കഥകൾ പറയുന്നു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, കുട്ടിച്ചാത്തനെ നിയന്ത്രിക്കാൻ എളുപ്പമല്ല. അവനെ സന്തോഷിപ്പിക്കണം, സ്ഥിരമായ വഴിപാടുകൾ നൽകുകയും വേണം, അല്ലെങ്കിൽ അവൻ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ അവൻ കൂടുതൽ അപകടകാരിയായി മാറും എന്നതാണ് കഥ. ഇതിൻ്റെ പിന്നിലും ചില അർത്ഥങ്ങളുണ്ട്. വേറെ രീതിയിൽ ആലോചിച്ചാൽ കുട്ടിച്ചാത്തൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ചിലർ പറയുന്നത് ഇത് മനുഷ്യ മനസ്സിലെ നിയന്ത്രിക്കാത്ത ചിന്തകൾ, ആവേശം, അനിയന്ത്രിതമായ ശക്തി എന്നിവയുടെ പ്രതീകമാണ് എന്നാണ്. കുട്ടിച്ചാത്തനെ പോലെ നമ്മുടെ ഉള്ളിലെ ശക്തികളെ നാം നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വലുതാകും, ജീവിതം കുഴപ്പത്തിലാകും. പഴയ കാലത്ത് ശാസ്ത്രീയ കാരണം അറിയാത്ത സംഭവങ്ങൾ, അപ്രതീക്ഷിത ശബ്ദങ്ങൾ, സാധനങ്ങൾ കാണാതാകൽ, ഇവയെല്ലാം കുട്ടിച്ചാത്തൻ കൊണ്ടാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇതൊരു വിശദീകരണമായിരുന്നു. കേരളത്തിലെ എല്ലാ കഥകളിലും കുട്ടിച്ചാത്തൻ ചിലപ്പോൾ സഹായകനായി, ചിലപ്പോൾ പ്രശ്നക്കാരനുമായി, രണ്ടു തരത്തിലും കാണപ്പെടാറുണ്ട്. അത് അവനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. കുട്ടിച്ചാത്തൻ്റെ കഥകൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വേണം, നിയന്ത്രിക്കാത്ത ശക്തി അപകടകരമാണ്, കളിയെന്ന് തോന്നുന്ന കാര്യങ്ങളും ഫലപ്രദമാണ് എന്ന്. എന്തായാലും ഒരു രാത്രി നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ, ഒരു ചെറിയ കാര്യം കാണാതെ പോയാൽ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത് സാധാരണമല്ലേ? പക്ഷെ പഴയ കാലത്തെ ജനങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ കണ്ടിരുന്നു. കുട്ടിച്ചാത്തൻ ഇവിടെ ഉണ്ടാവുമെന്ന്. കുട്ടിച്ചാത്തൻ്റെ കഥ ഭയത്തിൻ്റെ കഥയല്ല, മനുഷ്യ സ്വഭാവത്തിൻ്റെ കണ്ണാടിയാണ്. അത് നമ്മളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു, ജാഗ്രതയോടെ ഇരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് കുട്ടിച്ചാത്തൻ്റെ ലോകം. നമ്മൾ ഇതുവരെ കേട്ടത്
കേരളത്തിൻ്റെ കഥകളിൽ നിന്ന് 2 ശക്തമായ സാന്നിധ്യങ്ങളെക്കുറിച്ചാണ്. യക്ഷി, കുട്ടിച്ചാത്തൻ. ഒന്ന് ഭയപ്പെടുത്തുന്ന കഥ, ഒന്ന് അലട്ടുന്ന സാന്നിധ്യം എന്ന് വിശ്വസിക്കുന്നു. ഇവ രണ്ടും നമ്മളെ ഒറ്റ കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. കാണാത്ത ലോകം നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതൽ അടുത്ത് തന്നെയാണ്. ഇന്ന് നമ്മൾ ഈ കഥകളെ മിഥ്യ എന്ന് കരുതാം. പക്ഷേ അവ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ചിലതുണ്ട്. പ്രകൃതിയെ ആദരിക്കുക, മനുഷ്യരെ മനസ്സിലാക്കുക, അറിയാത്തതിനെ അവഹേളിക്കുക. കേരളത്തിൻ്റെ സ്വന്തം ഈ കഥകൾ ഭയപ്പെടുത്താൻ മാത്രമല്ല, ചിന്തിപ്പിക്കാൻ കൂടിയുള്ളതാണ്. അടുത്ത തവണ നിങ്ങൾ ഒരു ആൽമരത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിശബ്ദ കാവിലൂടെ നടക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളെക്കാൾ മുമ്പുണ്ടായിരുന്ന കഥകളും സാന്നിധ്യങ്ങളും ഇനിയും ഇവിടെ തന്നെയുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇതുവരെ കേട്ടതിന് നന്ദി. ഇനിയും ഇത്തരത്തിലുള്ള കഥകൾക്കായി എന്നോടൊപ്പം തുടരൂ. കേരള ക്യൂരിയോസിൻ്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു രഹസ്യ ലോകത്തേക്കുള്ള യാത്രയിൽ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മരക്ഷസ്, മറുത എന്നീ കഥാപാത്രങ്ങളെയാണ്, എന്നീ സങ്കല്പങ്ങളെയാണ്. അതുവരെ ശ്രദ്ധയോടെ ഇരിക്കുക, കൗതുകത്തോടെ തുടരുക. താങ്ക് യു.